Hey dears, welcome back to my channel. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ സൺഡേ ആഫ്റ്റർനൂൺ ആയിട്ട് നമ്മൾ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, നമ്മൾ പോകുന്നത് ദുബായ് ഫിഷ് മാർക്കറ്റിലേക്കാണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് നല്ല ഫ്രഷ് ഫിഷൊക്കെ വാങ്ങിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. സൺഡേ ഈവനിങ് പോകാൻ കാരണം വേറൊന്നുമില്ല, സൺഡേ ആകുമ്പോൾ ട്രാഫിക്ക് കുറച്ച് കുറയും. ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഈവനിങ് എന്ന് പറയുമ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ സൺഡേ നമുക്ക് അതിൻ്റെ റോഡിലോട്ട് നോക്കുമ്പോൾ തന്നെ കാണാം വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഇന്ന് എന്തായാലും ദുബായ് ഫിഷ് മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫിഷ് മാർക്കറ്റ്, ദുബായ് ഫിഷ് മാർക്കറ്റ്. ഇവിടെ ഇഷ്ടംപോലെ സ്റ്റോളുകളുണ്ട്. ഇവിടെ ഓരോ സ്റ്റോളിലും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫിഷാണ്, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ആദ്യം നമ്മൾ നോക്കിയത് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ നോർമലി സാധാരണ നമ്മളെ നാട്ടിലുള്ള മീനുകളൊക്കെയാണ്. പുതിയ ഫിഷുകളൊന്നും നമ്മളിങ്ങനെ ട്രൈ ചെയ്യാറില്ല, കാരണം ഓൾമോസ്റ്റ് കുറേയൊക്കെ നമ്മൾ പലതും ട്രൈ ചെയ്തത് നമുക്കങ്ങനെ ഇഷ്ടപ്പെടാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാവുന്നുള്ള ചൂര, വാള അങ്ങനെയുള്ള മീനുകളൊക്കെയാണ് നമ്മൾ കൂടുതലും വാങ്ങിക്കുന്നത്. അയല, മത്തി അതൊക്കെ. പിന്നെ ഇത് ക്രാബാണ് കേട്ടോ, നല്ല ഫ്രഷ് ക്രാബ്. ഇവിടെ വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം നമ്മൾ ബാർഗെയിൻ ചെയ്യാനായിട്ട് ഉള്ള ഒരു സ്കില്ലുണ്ടായിരിക്കണം. ഇത് നമ്മുടെ ഫ്രോസൺ ഫിഷിന് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്, ഡ്രൈ ഫിഷിന് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്, അങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിയാവുന്നവർക്ക് നന്നായിട്ട് വാങ്ങിക്കും. ഇതിപ്പോൾ ദാണ്ട് നെത്തോലിയുണ്ട്, പിന്നെ ചാള, അങ്ങനെ അതൊക്കെ ഉണ്ട്. നമ്മൾ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാം നമ്മൾ റീസണബിൾ പ്രൈസിൽ തന്നെ നമുക്ക് കിട്ടും. പക്ഷേ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അവർ പറയുന്ന റേറ്റിനെക്കാട്ടി നമ്മൾ നല്ലതായിട്ട് കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഇതിലൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ അത്യാവശ്യം നമുക്ക് വേണ്ട കുറച്ച് മീനുകളൊക്കെ വാങ്ങി. ഇത് സാൽമൺ ഫിഷാണ്, പിന്നെ പ്രോൺസ് ഉണ്ട്, കൂന്തലുണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് ആവശ്യമുള്ളത് കുറച്ചൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് ടൈഗർ പ്രോൺസ് ആണ്. ടൈഗർ പ്രോൺസൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റാണ്. ഇവിടെ വന്ന് നോക്കിയാൽ നമുക്ക് നല്ല റീസണബിൾ പ്രൈസിൽ കിട്ടും ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ഫിഷാണ്, നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി കഴിക്കാം. നമ്മൾ അല്ലാതെ സൂപ്പർ മാർക്കറ്റിലൊക്കെ വരുന്ന ഫിഷ് ചിലപ്പോൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ അറിയായിരിക്കും. അപ്പോൾ ഇവിടെ വരാൻ ട്രാവൽ ചെയ്ത് ഇവിടെ എത്താനുള്ളൊരു ബുദ്ധിമുട്ടാണ്. സാറ്റർഡേയോ ഫ്രൈഡേ ഈവനിങ്ങൊക്കെ നല്ല തിരക്കാണ്, ഇവിടെ അടുക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സൺഡേ തന്നെ ഇറങ്ങിയത്. നമുക്ക് ആവശ്യമുള്ള ഫിഷും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഫിഷ് മാർക്കറ്റിൻ്റെ പുറത്ത് തന്നെ വെജിറ്റബിളും ഫ്രൂട്ട്സും ഉള്ള സ്റ്റാളുകളും ഉണ്ട് കേട്ടോ. അവിടെയും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ നമുക്ക് തോന്നിയെന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ദുബായ് അവീർ മാർക്കറ്റ് പോയതിനെക്കാട്ടിയും ഫിഷ് നല്ല റീസണബിൾ പ്രൈസിന് നമുക്ക് കിട്ടും. പക്ഷേ ഫ്രൂട്ട്സ് ഭയങ്കര റേറ്റായിട്ട് തോന്നി. പെർ കെ ജി അവർ പറയുന്ന റേറ്റ് അത്യാവശ്യം നല്ലതായിരുന്നു. പക്ഷേ വെജിറ്റബിൾസും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ ലീഫി സെക്ഷൻ ഒരു ഏരിയ, അല്ലാത്തത് അങ്ങനെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ദാണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തും ഇതുപോലെ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഡ്രസ്സസ്, ബെഡ്ഷീറ്റ്, കാർപ്പറ്റ്സ്, ഹണി, സ്വീറ്റ്സ്, ചോക്ലേറ്റ്സ്, അങ്ങനെയൊക്കെ കുറച്ച് ഷോപ്പുകളുണ്ട്. അബായാസ് അങ്ങനെയൊക്കെ ഉള്ളത്. അവിടെ നമുക്ക് ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കാം. പിന്നെ ഞാനിവിടെ കണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ ഈ കോസ്മെറ്റിക് ഐറ്റംസ്, നാച്ചുറൽ സോപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതാണ് ദുബായ് ഫിഷ് മാർക്കറ്റ്. ദുബായിൽ ഉള്ളവരായാലും ടൂറിസ്റ്റായിട്ട് വരുന്നവരായാലും ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ദുബായ് ഫിഷ് മാർക്കറ്റ്. അപ്പോൾ കാണാത്തവർ പോയി കാണുക, ഫിഷ് വാങ്ങുക. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.